ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അമ്മയുടെ രോദനങ്ങളും ഹൃദയത്തിലേക്കുള്ള മടങ്ങിവരവും എല്ലാവർക്കും ശുഭസായാഹ്നവും ദൈവനാമത്തിൽ വന്ദനവും. അമ്മമാരുടെ രോദനങ്ങളെയും അവരുടെ ജീവിത പോരാട്ടങ്ങളെയും ആസ്പദമാക്കി AI വഴി തയ്യാറാക്കിയ ഏതാനും വീഡിയോകൾ ഈയിടെ ഞാൻ കേൾക്കുകയുണ്ടായി. സർഗാത്മകമായ രീതിയിലാണ് അവ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും അവയിൽ ചർച്ച ചെയ്യുന്ന പല വികാരങ്ങളും കുടുംബങ്ങളിലെ സാഹചര്യങ്ങളും ഇന്നത്തെ വീടുകളിൽ തികച്ചും യാഥാർത്ഥ്യമാണ്. സ്നേഹം, ബഹുമാനം, പ്രാർത്ഥന, വിനയം, ദൈവിക ജ്ഞാനം എന്നിവയിൽ ഊന്നിക്കൊണ്ട് കുടുംബങ്ങളെ പുനർനിർമ്മിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ ചിന്തകൾ എന്നെ ഓർമ്മിപ്പിച്ചു. ഇന്ന് പല വീടുകളും പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമാണ്. എന്നാൽ അതിൻ്റെ ഉള്ളറുകളിൽ നിശബ്ദമായ കണ്ണുനീരും മുറിവേറ്റ ഹൃദയങ്ങളും പറയാത്ത ഭാരങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. മദേഴ്സ് ഡേ പോലുള്ള അവസരങ്ങളിൽ കുടുംബങ്ങൾ കേക്ക് മുറിച്ചും പൂക്കൾ നൽകിയും പുഞ്ചിരിക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചും സന്തോഷത്തോടെ ആഘോഷിക്കാറുണ്ട്. ഈ പ്രവൃത്തികൾക്കെല്ലാം അതിൻ്റേതായ അർത്ഥമുണ്ടെങ്കിലും ഒരു അമ്മ തൻ്റെ ആത്മാവിൽ ദുഃഖവും ഏകാന്തതയും അവഗണനയും ഭയവും നിരാശയും പേറുന്നുണ്ടെങ്കിൽ കേവലം ആഘോഷങ്ങൾ കൊണ്ട് മാത്രം ആ ഹൃദയത്തെ സുഖപ്പെടുത്താനാവില്ല. ഇന്ന് പല അമ്മമാരും നിശബ്ദമായി കരയുകയാണ്. അത് തങ്ങളുടെ മക്കളെ വെറുക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അവരെ അഗാധമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഈ തലമുറയുടെ പോക്കിനെക്കുറിച്ചും വീടുകളിലെ സമാധാനക്കേടിനെക്കുറിച്ചും കുറഞ്ഞു വരുന്ന ബഹുമാനത്തെക്കുറിച്ചും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അകൽച്ചയെക്കുറിച്ചും ദൈനംദിന ജീവിതത്തിലെ ആത്മീയ അടിത്തറയുടെ അഭാവത്തെക്കുറിച്ചും അവർ ആകുലപ്പെടുന്നു. അതേസമയം ഇന്നത്തെ യുവാക്കളും വേദന അനുഭവിക്കുന്നുണ്ട്. സമ്മർദ്ദങ്ങളും താരതമ്യങ്ങളും അഹങ്കാരങ്ങളും വിനോദങ്ങളും പ്രലോഭനങ്ങളും ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങളും നിറഞ്ഞ ബഹളമയമായ ലോകത്താണ് അവർ വളരുന്നത്. സ്നേഹത്തിനും അർത്ഥത്തിനും സ്വത്വത്തിനും വേണ്ടി അവർ തിരയുന്നുണ്ടെങ്കിലും തങ്ങളുടെ ഹൃദയത്തെ എവിടെ നങ്കൂരമിപ്പിക്കണമെന്ന് അവർക്കറിയില്ല. ഇത് ഒരു തലമുറ മറ്റൊരു തലമുറയെ കുറ്റപ്പെടുത്തേണ്ട സമയമല്ല, മറിച്ച് വിനയത്തിൻ്റെയും പരസ്പര ധാരണയുടെയും പ്രാർത്ഥനയുടെയും വീണ്ടെടുപ്പിൻ്റെയും സമയമാണ്. സത്യത്തിൽ ആഘോഷങ്ങൾക്കോ സമ്പത്തിനോ വിദ്യാഭ്യാസത്തിനോ സാമൂഹിക പദവിക്കോ പുറമേ കാണിക്കുന്ന മതഭക്തിക്കോ ശക്തമായ കുടുംബങ്ങളെ കെട്ടിപ്പടുക്കുവാൻ കഴിയുകയില്ല. സ്നേഹം, ത്യാഗം, ക്ഷമ, സത്യസന്ധത, വിട്ടുവീഴ്ച, അച്ചടക്കം, പ്രാർത്ഥന, ദൈവഭയം എന്നിവയിലൂടെയാണ് ഒരു ഉറപ്പുള്ള കുടുംബം പടുത്തുയർത്തപ്പെടുന്നത്. തിരുവെഴുത്തുകളിൽ ഉറച്ചുനിന്ന കുടുംബങ്ങളെല്ലാം ആത്മീയ അടിത്തറയുള്ളവരായിരുന്നു. തോബിത്ത്, തോബിയാസ്, അന്ന, മനോഹ തുടങ്ങിയവർ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കിടയിലും ദൈവത്തെ ആത്മാർത്ഥമായി അന്വേഷിച്ചവരാണ്. അവരുടെ വീടുകൾ പൂർണ്ണമായിരുന്നില്ല. എന്നാൽ ദൈവമില്ലാതെ മാനുഷികമായ ശക്തി കൊണ്ട് മാത്രം സമാധാനമോ ജ്ഞാനമോ ഐക്യമോ നിലനിർത്താൻ കഴിയില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. ഇന്ന് പലരും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും വിജയവും രോഗശാന്തിയും ആശ്വാസവും ആഗ്രഹിക്കുന്നു. ദൈവം തീർച്ചയായും കരുണാമയനാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസമെന്നത് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നത് മാത്രമല്ല, അത് അനുസരണവും വിശ്വസ്തതയും ആത്മനിയന്ത്രണവും ദയയും സഹനശക്തിയും ഉത്തരവാദിത്വബോധവും പഠിക്കൽ കൂടെയാണ്. വിശ്വാസം വാക്കുകളിൽ മാത്രമല്ല, സ്വഭാവത്തിലും ബന്ധങ്ങളിലും ദൈനംദിന പ്രവൃത്തികളിലും പ്രതിഫലിക്കണം. കുട്ടികൾ പഠിക്കുന്നത് പ്രസംഗങ്ങളിൽ നിന്നല്ല, മറിച്ച് വീട്ടിൽ അവർ കാണുന്ന കാഴ്ചകളിൽ നിന്നാണ്. മാതാപിതാക്കൾ പരസ്പരം എങ്ങനെ സംസാരിക്കുന്നു, മുതിർന്നവരോട് എങ്ങനെ പെരുമാറുന്നു, തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കുന്നു, ക്ഷമിക്കാൻ തയ്യാറാകുന്നുണ്ടോ എന്നത്, പ്രാർത്ഥന ആത്മാർത്ഥമാണോ എന്നത്, ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും സത്യം പാലിക്കുന്നുണ്ടോ എന്നത്. ഒരു കുട്ടി പല വാക്കുകളും മറന്നുപോയേക്കാം, എന്നാൽ തൻ്റെ വീട്ടിലെ അന്തരീക്ഷം അവൻ ഒരിക്കലും മറക്കില്ല.
ചിലപ്പോൾ യുവദമ്പതികൾ വലിയ ആവേശത്തോടെ വിവാഹജീവിതം ആരംഭിക്കുന്നു. എന്നാൽ ത്യാഗത്തിനോ ക്ഷമയ്ക്കോ പരസ്പര ബഹുമാനത്തിനോ വേണ്ടി തങ്ങളുടെ ഹൃദയത്തെ ആത്മീയമായോ വൈകാരികമായോ അവർ ഒരുക്കാറില്ല. കാലക്രമേണ തെറ്റിദ്ധാരണകൾ വളരുകയും മാതാപിതാക്കളുമായും ബന്ധുക്കളുമായുള്ള ബന്ധം വഷളാവുകയും ചെയ്യുന്നു. അഹങ്കാരം നിശബ്ദമായി കടന്നുവരികയും ആശയവിനിമയം ഇല്ലാതാവുകയും ചെയ്യുന്നു. പിന്നീട് മക്കൾ വളർന്ന് അവരെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ മാതാപിതാക്കൾ നിസ്സഹായരാകുന്നു. ഇത് കുടുംബങ്ങൾ പ്രതീക്ഷയില്ലാത്തവ ആയതുകൊണ്ടല്ല, മറിച്ച് ഓരോ തലമുറയ്ക്കും ജ്ഞാനവും മാർഗനിർദ്ദേശവും തിരുത്തലുകളും കൃപയും ആവശ്യമായതുകൊണ്ടാണ്. യുദ്ധങ്ങളും പോരാട്ടങ്ങളും അക്രമങ്ങളും വർദ്ധിക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങൾ തണുത്തുറഞ്ഞു പോകുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. എല്ലായിടത്തും ആളുകൾ ആശ്വാസവും സുരക്ഷിതത്വവും തേടുന്നുണ്ടെങ്കിലും പലരും ഉള്ളിൽ ശൂന്യത അനുഭവിക്കുന്നു. ഇത്തരമൊരു കാലഘട്ടത്തിൽ കേവലം ആഘോഷങ്ങളിലേക്കല്ല, മറിച്ച് ആഴമായ പശ്ചാത്താപത്തിലേക്കും കരുണയിലേക്കും ആത്മാർത്ഥതയിലേക്കും സ്നേഹത്തിലേക്കും സ്വർഗം മനുഷ്യരാശിയെ വിളിക്കുന്നു. നിരാശയല്ല ഇതിന് ഉത്തരം. പരസ്പരം ആക്രമിക്കലല്ല ഇതിന് ഉത്തരം. എല്ലാം ശരിയാണെന്ന് നടിക്കലുമല്ല ഇതിന് ഉത്തരം. ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങൾ സത്യസന്ധമാകുമ്പോഴാണ് മാറ്റം തുടങ്ങുന്നത്. പിതാക്കന്മാർ മാതൃകകളാകുമ്പോൾ, അമ്മമാർ പ്രത്യാശ കൈവിടാതെ പ്രാർത്ഥിക്കുമ്പോൾ, കുട്ടികൾ ബഹുമാനവും നന്ദിയും പഠിക്കുമ്പോൾ, ആത്മീയ നേതാക്കൾ പുറമേ കാണുന്നതിലല്ല ആത്മാക്കളിൽ ശ്രദ്ധിക്കുമ്പോൾ, കുടുംബങ്ങൾ അഹങ്കാരത്തേക്കാൾ വിനയത്തിന് പ്രാധാന്യം നൽകുമ്പോൾ, താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് നിർത്തി ശാശ്വതമായ മൂല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇന്നും സൗഖ്യം സാധ്യമാണ്. തകർന്ന ബന്ധങ്ങൾ വീണ്ടെടുക്കപ്പെടാം. മക്കൾക്ക് ജ്ഞാനത്തിലേക്ക് മടങ്ങി വരാം. മാതാപിതാക്കൾക്ക് ആശ്വാസം കണ്ടെത്താം. വീടുകൾ വീണ്ടും സമാധാനത്തിൻ്റെ ഇടങ്ങളാകാം. ദൈവം മനുഷ്യരാശിയെ ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷേ സ്നേഹം എന്നത് വെറും വാക്കുകളല്ലെന്നും അത് ത്യാഗം, ക്ഷമ, സത്യം, ഉത്തരവാദിത്വം, പരസ്പര ബഹുമാനം എന്നിവയിലൂടെ ജീവിക്കേണ്ടതാണെന്നും ഈ തലമുറ വീണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. പല അമ്മമാരുടെയും കണ്ണുനീർ നമ്മെ നിരാശയിലേക്ക് നയിക്കാനല്ല, മറിച്ച് സമയം അതിക്രമിക്കുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്താനായിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ വിനയത്തോടും സത്യസന്ധതയോടും കൂടെ അങ്ങയുടെ മുമ്പിൽ വരുന്നു. മറഞ്ഞിരിക്കുന്ന ഓരോ കണ്ണുനീരും ഓരോ നിശബ്ദ ഭാരവും മുറിവേറ്റ ഓരോ കുടുംബത്തെയും അസ്വസ്ഥമായ ഓരോ ഹൃദയത്തെയും അങ്ങ് കാണുന്നു. അങ്ങയുടെ കണ്ണുകളിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നുമില്ല. ദൈവമായ കർത്താവെ, നിശബ്ദമായി ദുഃഖിക്കുന്ന അമ്മമാർക്കായി ഞങ്ങൾ ഇന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവർ തളർന്നിരിക്കുമ്പോൾ അവർക്ക് ശക്തി നൽകണമേ. അവർ ഒറ്റപ്പെട്ടുവെന്ന് തോന്നുമ്പോൾ അവരെ ആശ്വസിപ്പിക്കണമേ. മക്കൾക്കും കുടുംബത്തിനും വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ അവർക്ക് ജ്ഞാനവും ക്ഷമയും പ്രത്യാശയും നൽകണമേ. പിതാക്കന്മാർക്കും ഭർത്താക്കന്മാർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിനയത്തോടും വിശ്വസ്തയോടും ദയയോടും ഉത്തരവാദിത്തോടും കൂടെ നയിക്കാൻ അവരെ പഠിപ്പിക്കണമേ. തങ്ങളുടെ വീടുകളിൽ സമാധാനത്തിൻ്റെ കാവൽക്കാരാകാൻ അവരെ സഹായിക്കണമേ. ജീവിതയാത്ര ആരംഭിക്കുന്ന യുവദമ്പതികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേവലം വികാരങ്ങളിലോ ലൗകിക മോഹങ്ങളിലോ അല്ലാതെ സത്യം, ബഹുമാനം, പ്രാർത്ഥന, ത്യാഗം, ആത്മാർത്ഥമായ സ്നേഹം എന്നിവയിൽ തങ്ങളുടെ കുടുംബം കെട്ടിപ്പടുക്കുവാൻ അവരെ സഹായിക്കണമേ. കുട്ടികൾക്കും യുവാക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദോഷകരമായ സ്വാധീനങ്ങളിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും കലഹങ്ങളിൽ നിന്നും നാശത്തിൻ്റെ വഴികളിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ. സത്യത്തെയും ബഹുമാനത്തെയും നന്ദിയെയും ജ്ഞാനത്തെയും വിലമതിക്കുന്ന ഹൃദയം അവർക്ക് നൽകണമേ. പഴയകാല ഓർമ്മകളും ഭാരങ്ങളും പേറുന്ന മുത്തശ്ശി മുത്തശ്ശന്മാർക്കും മുതിർന്നവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത തലമുറയെക്കുറിച്ചുള്ള പ്രത്യാശ അവർക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ.
ദൈവമായ കർത്താവെ, മാതാപിതാക്കളും മക്കളും തമ്മിലും ദമ്പതികൾ തമ്മിലും കുടുംബാംഗങ്ങൾ തമ്മിലുമുള്ള ബന്ധങ്ങളെ സൗഖ്യമാക്കണമേ. കയ്പും അഹങ്കാരവും സ്വാർത്ഥതയും തെറ്റിദ്ധാരണകളും നീക്കിക്കളയണമേ. പരസ്പരം കരുണയോടെ കേൾക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആത്മീയ നേതാക്കൾക്കും ഉപദേശകർക്കും അധ്യാപകർക്കും മറ്റുള്ളവരെ നയിക്കുന്നവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വിവേചനാബുദ്ധിയും ആത്മാർത്ഥതയും ധൈര്യവും മനുഷ്യരോടുള്ള അഗാധമായ സ്നേഹവും നൽകണമേ. കലാപങ്ങളും അസ്വസ്ഥതകളും ഭയവും നിറഞ്ഞ ഈ ലോകത്ത് യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളിലേക്ക് വിശ്വാസം, സ്നേഹം, സത്യം, കരുണ, നീതി, ദൈവഭയം എന്നിവയിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വീടുകൾ സമാധാനത്തിൻ്റെ ഇടങ്ങളായി മാറണമേ. ഞങ്ങളുടെ വാക്കുകൾ സൗഖ്യം നൽകുമാറാകണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ വെളിച്ചം പ്രതിഫലിപ്പിക്കുമാറാകണമേ. വരും തലമുറ ജ്ഞാനത്തോടും കരുണയോടും ദൈവഭക്തിയോടും കൂടെ വളരുമാറാകണമേ. ദൈവമായ കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. We love you all and may God richly bless you all. Amen.